ഹലോ മക്കളെ, അപ്പോൾ ഈ വീഡിയോയിൽ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എക്സാം വിന്നറിന്റെ +1 +2 ബാച്ചസ്, അതായത് +1 അഗ്നി ബാച്ചിന്റെ ഇതുപോലെ +2 ഏരിയ ബാച്ചിന്റെയും ഓണം എക്സാമിന് മുമ്പായിട്ട് നമ്മൾ തീർക്കാമെന്ന് പ്രോമിസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ വൃത്തിക്ക് തീർത്തിട്ടുണ്ട് എന്നുള്ള ഒരു അനൗൺസ്മെന്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് സാർ എന്തിനാ അത്ര മാത്രം വിളിച്ച് പറയേണ്ട ആവശ്യം? അതിന്റെ കാരണം വളരെ സിമ്പിൾ ആണ്. കാരണം പല കുട്ടികളും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ അവരോട് നമ്മൾ കുറേ പ്രോമിസ് തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും ഫണ്ടമെന്റൽ പ്രോമിസ് നമ്മൾ ലൈവ് ക്ലാസ്സിലൂടെ ഫുൾ സിലബസ് എടുക്കുകയും അത് 100% സിൻസിയറിറ്റിയുടെ എടുക്കുകയും അത് തോന്നുന്ന സമയത്തല്ല എടുത്തു തീർക്കുക, അത് കൃത്യം കാര്യങ്ങൾ നമ്മൾ കൃത്യം സമയത്ത് തീർക്കുന്നുള്ള ഒരു പ്രോമിസ് നൽകിയിട്ടുണ്ടായിരുന്നു. ആ പ്രോമിസ് വി ഹാവ് കെപ്റ്റ്. ആ ഒരു വിവരം നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്തവർക്ക് ഓൾറെഡി ജോയിൻ ചെയ്ത് പഠിച്ചവർക്ക് ഓൾറെഡി അറിയാം എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം. പക്ഷേ ജോയിൻ ചെയ്ത് പഠിക്കാത്തവർക്കോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാത്തവർക്കോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒന്ന് എന്താണ്, നമ്മുടെ ഓണം എക്സാമിന്റെ സിലബസ് നമ്മൾ ഓൾറെഡി എന്നോ തീർത്തു. എന്നോന്ന് പറഞ്ഞാൽ ജൂലൈ 21 തന്നെ നമ്മുടെ കംപ്ലീറ്റ് ഓണം എക്സാമിന് വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ച് തീർത്തു. അതും ലൈവ് ക്ലാസ്സിലൂടെ. വെറുതെ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലല്ല നമ്മൾ തീർത്തത്. കംപ്ലീറ്റ് ആയിട്ട് ലൈവായിട്ട് വന്ന് എടുത്ത് തീർത്തിട്ട്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നമ്മൾ അതിന്റെ റിവിഷനും തീർത്തു. അപ്പൊ നമുക്കറിയാം, നിങ്ങൾക്ക് അറിയായിരിക്കും, കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിന് വേണ്ടിയിട്ട് ഷോർട്ട് നോട്ട്സ് ബേസ്ഡ് ആയിട്ടുള്ള മാരത്തോൺ റിവിഷൻ ഉണ്ടായിരുന്നു. അത് ലൈവായിട്ട് നടത്തിയത്. അത് നമ്മൾ കംപ്ലീറ്റ്ലി തീർത്തിട്ടുണ്ട്. ഓക്കെ, 2 ബാച്ചിനും നമ്മൾ കംപ്ലീറ്റ്ലി തീർത്തിട്ടുണ്ട്. അഗ്നി ബാച്ചിനും അതുപോലെ വേണ്ട അത് വേണ്ട, ഇത് ഞെക്കിയാൽ പോലെ. +2 ഏരിയ ബാച്ചിന് നമ്മൾ കംപ്ലീറ്റ് ഓണം എക്സാമിന്റെ ഷോർട്ട് നോട്ട്സ് ബേസ്ഡ് ആയിട്ട് റിവിഷൻ തീർത്തിട്ടുണ്ട്. പല കുട്ടികൾ അതിൽ വന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. ആ ഷോർട്ട് നോട്ട്സ് അവർക്ക് അവൈലബിൾ ആണ്. ആ ഷോർട്ട് നോട്ട്സ് നോക്കി കുറേ കാര്യങ്ങൾ അവർ എക്സ്ട്രാ പഠിക്കുന്നുണ്ടാവും. മാത്രമല്ല കുറേ എക്സ്ട്രാ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ആ ലൈവിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, ഇനി നടക്കാൻ പോകുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. അതായത് ഓണം എക്സാമിന്റെ മോഡൽ എക്സാം സീരീസ്. അത് ഓണം എക്സാമിന്റെ മാതൃകയിൽ വരാൻ പോകുന്ന എക്സാംസ് നിങ്ങളുടെ ശരിക്കത്തെ ഓണം എക്സാമിന് മുമ്പ് എക്സാമിനറിന്റെ അടുത്ത് നിങ്ങൾ എഴുതും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഫൈനൽ ഓണം എക്സാമിന് മുൻപുള്ള ഒരു മോഡൽ എക്സാം സീരീസും കൂടെ നമ്മുടെ ബാച്ചിലെ കുട്ടികൾ നടത്തും. എന്നിട്ട് നമ്മുടെ ബാച്ചിലുള്ള എല്ലാ കുട്ടികളെയും 100% ഓണം എക്സാം ആകുമ്പോൾ അവർ പരീക്ഷ എഴുതാൻ വേണ്ടി, അതായത് പബ്ലിക് എക്സാമിന് എങ്ങനെയാണോ ഒരു കുട്ടി പ്രിപ്പയർ ചെയ്യുക അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ബാച്ചിലെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്. ഇതെന്തിനാണ് സാർ ഇവിടെ വന്നിരിങ്ങനെ പറയുന്നത്? കാരണം പല കുട്ടികൾക്കും പ്രത്യേകിച്ച് ബാച്ചിൽ ജോയിൻ ഒക്കെ ചെയ്യാത്ത കുട്ടികൾക്ക് അറിയുണ്ടാവില്ല ഈ ബാച്ചിൽ എത്രത്തോളം സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ എടുക്കുന്നത്. വെറുതെ ഇങ്ങനെ കുറെ ക്ലാസ് തന്നിട്ട് കണ്ടോളാൻ പറയുകയാണോ, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ടോ? ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പൊ അങ്ങനെ സംശയത്തിൽ നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ മക്കളെ മനസ്സിലാക്കിക്കൂടെ, ഈ രീതിയിലാണ് നമ്മുടെ ഈ ഓണം എക്സാം വരെയുള്ള കാര്യങ്ങൾ നടത്തിയത്. ഇനി അങ്ങോട്ടും ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, പബ്ലിക് എക്സാമിന് മുമ്പ് വരെയുള്ള ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഈ മെത്തോഡിക്കലായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഗുണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫീൽ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പബ്ലിക് എക്സാമിനോട് അടുക്കുമ്പോഴായിരിക്കും. കാരണം അപ്പോഴത്തേക്കും നിങ്ങൾ നോക്കുമ്പോൾ ഓണം എക്സാമിന്റെ പഠിക്കുക മാത്രമല്ല, അതിന്റെ റിവിഷനും എക്സാം ഒക്കെ നിങ്ങൾ തീർത്തു. ക്രിസ്മസ് എക്സാമിന് ഇതുപോലെ തന്നെ നടക്കും. പബ്ലിക് എക്സാമിന് ഇതിലും ഗംഭീരമായിട്ടുള്ള പ്ലാനുകളാണ് നമ്മുടെ ബാച്ചിലർ കുട്ടികൾക്ക് നമുക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ ആ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കുന്നതിന്റെ എഫക്റ്റ് നിങ്ങൾക്ക് അപ്പോഴായിരിക്കും ശരിക്കും മനസ്സിലാവും. ഇനി അത് കൃത്യമായിട്ട് മനസ്സിലായ കുട്ടികളെ നിങ്ങൾക്കറിയാം നമ്മുടെ ബാച്ചിലുണ്ടെന്ന്. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ബാച്ചിൽ നിന്ന് 20 കുട്ടികളാണ് ഫുൾ മാർക്ക് +1 520 520 മാർക്കും നേടി വന്നത്. അവരൊക്കെ ഇതേപോലെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചതിന്റെ എഫക്റ്റ് ആണ്. നിങ്ങളും അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്കും നല്ല മാർക്ക് കിട്ടും. അത്രേ പറയാനുള്ളൂ. ഇനിയും ബാച്ചിൽ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. ഇതിന് ഓണം എക്സാമിലെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ നമ്മുടെ ബാച്ച് ഉപയോഗിച്ച് പഠിക്കുക. അതിലെ ലൈവ് ക്ലാസ്, എല്ലാ ലൈവ് ക്ലാസ്സും, ഇതിലെടുത്ത എല്ലാ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് ആപ്പിലുണ്ട്. അതിലെ പല ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ ഇപ്പോൾ പറ്റിയില്ലെങ്കിലും പല ചാപ്റ്റേഴ്സും, ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ്, സ്കൂളിൽ മനസ്സിലാവാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അത് കണ്ട് തീർക്കുക. ഓക്കെ, ചാപ്റ്ററിന്റെ ലൈവ് ക്ലാസ് മാത്രമല്ല, ഓരോ ചാപ്റ്ററിന്റെയും വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. എക്സ്ട്രാ വേറെ ചോദ്യങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ്, സെലക്ടഡ് ക്വസ്റ്റൻസ്, ആൻസേഴ്സ് ഉണ്ടാവുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും നമ്മുടെ ആപ്പിലുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് എല്ലാം ഉണ്ട്. പഠിക്കാൻ തയ്യാറായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ റിസോഴ്സ് നമ്മുടെ ബാച്ചിലുണ്ട്, ആപ്പിലുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവും. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓണം എക്സാം മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. റെഡി ആയിരിക്കുക. അത്രേ പറയാനുള്ളൂ. ബൈ ബൈ.